Poco F1 ഷവോമിയുടെ ഈ സൂപ്പർ സ്റ്റാറിന് ഈ കഴിഞ്ഞ ദിവസം MIUI വേർഷൻ 10.2.2 അപ്ഡേറ്റ് ലഭിച്ചു. ഈ അപ്ഡേറ്റിൽ പ്രധാനമായിട്ടും രണ്ട് മെയിൻ ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യൂ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന പോക്കോയുടെ വാഗ്ദാനം അവർ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം MIUI 960 സൂപ്പർ സ്ലോമോ കിട്ടിയ അതേ ഒരു സമയത്ത് തന്നെ പോക്കോയ്ക്കും സെയിം ഹാർഡ്വെയർ ഉള്ള പോക്കോയ്ക്കും ഈ അപ്ഡേറ്റ് ലഭിച്ചു. സോ അത് ശരിക്കും കൈയടി നേടുന്ന ഒരു സംഗതിയാണ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് സ്ലോ മോഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വേർഷൻ 10.1 സ്ലോമോയും 10.2 സ്ലോമോയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. സ്ലോ മോഷൻ സെറ്റിങ്സിലിട്ട് MIUI 10.1 എടുത്ത രണ്ട് ഫുട്ടേജാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഒന്നാമത്തെ ഫുട്ടേജ്. ഇവിടെയും നമുക്ക് നല്ല പെർഫോമൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. OnePlusനോടൊക്കെ ഒപ്പം തന്നെ ഈ സ്ലോമോയും കിടപിടിക്കുന്നതാണ്. ഇനി ഈ വിഷ്വൽ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്ലിയർ ആണ്. കളേഴ്സിൽ വലിയ ഷിഫ്റ്റ് നമുക്ക് കാണാനില്ല. സോ ഓവറോൾ സാറ്റിസ്ഫൈഡ് റിസൾട്ടാണ്. ഇനി 10.2 ആവുമ്പോഴോ അതേ സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതെന്താ ഇപ്പോൾ നടന്നല്ലേ? ഇതാണ് 960 FPS സ്ലോമോ. ഈ വിഷ്വലും കൂടെ ഒന്ന് കണ്ടു നോക്കിയേ. സോ ഓവറോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കുമ്പോൾ കളേഴ്സ് എല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. ഒരു ഹെവി ഷിഫ്റ്റും ഇല്ല. നമുക്കൊരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടും നമുക്ക് ആ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് എത്രമാത്രം ഡീപ്പാണെന്ന് മനസ്സിലാകും. ഈ രണ്ട് ഫുട്ടേജും നമ്മൾ കണ്ടതാണ്. ബട്ട് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ശരിക്കും സ്ലോമോ ആണോ എന്ന് വരെ നമുക്ക് ഒരു സംശയം തോന്നും. തീർച്ചയായിട്ടും MIUI 10.2 സ്ലോമോയുടെ കാര്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ബഗ് ഫ്രീ അല്ല, ചെറിയ കുറച്ച് ബഗ്ഗുകളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോയിൽ പറയുന്നതാണ്. ആ വീഡിയോ വരുമ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഇനി നൈറ്റ് മോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചേഞ്ച്. MIUI 10.1 എടുത്ത കുറച്ച് പിക്ചേഴ്സ് നിങ്ങളെ കാണിക്കാം. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സീൻ റെക്കഗ്നേഷൻ എനേബിൾ ചെയ്തതിന് ശേഷം എടുത്ത പിക്ചറാണ്. വലിയ കുറ്റമൊന്നും പറയാനില്ല. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നു, ഒരു CFL ലൈറ്റ്. ഇത് AI ഓഫ് ചെയ്തിട്ട് HDR മാത്രം ഇട്ടെടുത്ത ഒരു പിക്ചറാണ്. സോ ഇവിടെയും ഒബ്ജക്റ്റ് ക്ലിയർ ആണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി 10.2 നൈറ്റ് മോഡ് ഇട്ട് എടുത്ത ഒരു പിക്ചർ കാണിച്ചുതരാം. സോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിന് നല്ല ഡെഫിനേഷനുണ്ട്, ക്ലിയർ ആണ്. ആ ഉള്ള ലൈറ്റിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒബ്ജക്റ്റിലോട്ട് ഏറെക്കുറെ സിമിലർ ലൈറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നൈറ്റ് മോഡ് അത്ര വലിയ സംഭവമല്ലെന്ന് എനിക്ക് ആദ്യമേ തോന്നി. പക്ഷേ ഞാൻ കുറച്ച് ഫോട്ടോഗ്രാഫ്സും കൂടെ എടുക്കുന്നവരെ നമുക്ക് ചെറിയൊരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നോക്കാം. അപ്പോൾ എപ്പോഴാണ് ഈ നൈറ്റ് മോഡ് ശരിക്കും വർക്കാവുന്നതെന്ന് മനസ്സിലാവും. ഈ പിക്ചർ കണ്ടോ, ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ നൈറ്റ് മോഡ് ഇടാതെ എടുത്തതാണ്, റൈറ്റ് സൈഡിലേത് നൈറ്റ് മോഡ് ഇട്ടെടുത്തതാണ്. സോ നമുക്ക് നേരെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ കാണാൻ കഴിയും. നൈറ്റ് മോഡ് ഇടാണ്ട് എടുത്ത ഫോട്ടോഗ്രാഫ്സിന് നോയ്സ് ലെവൽസ് കണ്ടമാനമുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എല്ലാം ഇങ്ങനെ ചിതറിയ പോലെയാണ്. പക്ഷേ നൈറ്റ് മോഡ് ഇട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഡിഫൈൻഡ് ആണ്. ഇനി ആബ്സല്യൂട്ട് ഡാർക്ക്നെസ്സിലോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അതൊരു സ്റ്റെപ്പാണ്. ഇത് നൈറ്റ് മോഡ് ഇട്ടെടുത്താണ്. ആബ്സല്യൂട്ട് ഡാർക്ക്നെസ്സിലും നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നുണ്ട്. AI അല്പം കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് നൈറ്റ് മോഡിനുണ്ട്. ഇനി ഈ ഫോട്ടോഗ്രാഫിനും അവിടെ എഴുതിയിരിക്കുന്ന ബോർഡിലെ ടെക്സ്റ്റ്, അതുപോലെ തന്നെ ആ പണിതുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ എഡ്ജസ് എല്ലാത്തിനും നൈറ്റ് മോഡ് ഇട്ടെടുത്ത പിക്ചറിൽ തീർച്ചയായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ ഓവറോൾ പോക്കോ F1 യൂസേഴ്സിന് വേർഷൻ 10.2.2 അപ്ഡേറ്റ് OnePlus 60 അല്ലെങ്കിൽ 6 യൂസേഴ്സിനേക്കാളും അല്പം കൂടെ ഒരു എഡ്ജ് കൊടുക്കുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ, നല്ലതോ ചീത്തയോ ആയിക്കളുടെ, ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.